ഖബർ സിയാറത്ത് കൊണ്ട് നമുക്ക് ആഖിറത്തെ കുറിച്ചും മരണത്തെ കുറിച്ചും നമുക്ക് ചിന്തയുണ്ടാകണം. നമുക്കതാ വേണ്ടത്. ആ ഖബറുകളിൽ പോയി സന്ദർശിക്കണം. ലൈറ്റ് ഇട്ട ഖബറേ നമ്മൾ പോവുള്ളൂ, ലൈറ്റ് ഇട്ട ഖബറേ നമ്മൾ പോവുള്ളൂ, ലൈറ്റ് ഇടാത്ത ഖബറേ നമ്മൾ പോവില്ല. തിളങ്ങുന്ന ഖബർ, മിന്നുന്ന ഖബർ, അതാ നമുക്കിഷ്ടം. അല്ല പൊട്ടിക്കിടക്കുന്ന ഖബർ, പേടി വരുന്ന ഖബർ, ആഖിറത്തെ കുറിച്ച് പേടി, ആ പരിസരത്തേക്ക് പെണ്ണുങ്ങൾ പോവേയില്ല. ഞാൻ അങ്ങനെ അതിനകത്ത് വീണ് പോയാലോ എന്നോർത്ത്. LED വെച്ച ഖബർ അത് സൂപ്പർ, അതിനകത്ത് പോകണം, അതുകൊണ്ട് പ്രശ്നമില്ല, ധൈര്യമായിട്ട് കയറിപ്പോ. അടുത്ത് പോകുമ്പോൾ ആഖിറത്തെ കുറിച്ച് എന്ത് ചിന്തിക്കാൻ, അവിടെ ആഖിറത്തെ കുറിച്ച് വല്ല ഓർക്കാൻ പറ്റുമോ, ചിന്തിക്കാൻ പറ്റുമോ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഉമ്മത്തിന് അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. നമുക്കിതൊക്കെ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. പറയുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു കളയും. സിയാറത്തിന്റെ രീതികൾ അല്ലാതെ, സിയാറത്തിന്റെ രീതികളെ മാറ്റിമറിച്ചിട്ട് മറ്റു രീതികളിലേക്ക് മനസ്സിലെത്തിപ്പെടുകയാണ്. മനസ്സിലായില്ലേ? അള്ളാഹു ഉമ്മത്തിന് ബുദ്ധിയും വിവേകവും അള്ളാഹു കൊടുക്കട്ടെ. നമ്മൾ സിയാറത്തിനെ എതിർക്കുന്നില്ല, ആ എതിർക്കാൻ പറ്റില്ലല്ലോ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യത്തിന് നമുക്ക് എങ്ങനെ എതിർക്കാൻ പറ്റും? കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറുഹാ. നബിയുന റസൂൽ തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരു സമയത്ത് സിയാറത്ത്, ഖബർ സിയാറത്തിനെ എതിർത്തിരുന്നു, നിങ്ങൾ സിയാറത്ത് ചെയ്യുവിൻ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൈനഹാ തുദക്കിറുൽ ആഖിറ. ആഖിറത്തെ കുറിച്ച് നിനക്കൊരു ചിന്തയുണ്ടാകും. ആഖിറത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് ഖബർ സിയാറത്ത് എന്ന ആരാബിവേ? അല്ലാ ഇത്താ നിങ്ങൾ പോയല്ലോ നേരത്തെ, വാപ്പാ നിങ്ങൾ നേരത്തെ പോയല്ലോ, ഉപ്പാപ്പ നിങ്ങൾ നേരത്തെ പോയല്ലോ, എൻ്റെ നാളെ അവസ്ഥ എന്തായിരിക്കും, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഫിക്ർ ചെയ്തിട്ട് അവിടെ നിന്ന് കരഞ്ഞിട്ട് ചോദിക്കുന്ന ആരിലുണ്ടോ? ഒന്ന് ചിന്തിക്കുന്ന ആരിലുണ്ടോ? ഉണ്ടോ? ഇല്ല. ആരത്ത് പറയാനിത്? ഈ സമൂഹത്തിലൂടെ അത് അങ്ങനെ പറഞ്ഞു പോയാൽ ഉടനെ ആള് വേറെ ഗ്രൂപ്പ്, ഇയാള് വേറെ ഗ്രൂപ്പ്, അതിനെതിർത്ത് ഇതിനെതിർത്ത് അങ്ങനെ പറഞ്ഞു കളയും സംഭവം. എന്നിട്ട് അവിടെ കൊണ്ടുവച്ചിട്ട് വെള്ളം എണ്ണ ഒഴിച്ചു കൊടുക്കല്, അത് നക്കി കുടിക്കല്, നക്കി തുടക്കല്. ഇതെന്ത് സംസ്കാരം? ഇത് ആര് പഠിപ്പിച്ച സംസ്കാരം ഹബീബ? ഇതൊക്കെ ഹബീബുന റസൂൽ തങ്ങൾ അങ്ങനെ പഠിപ്പിച്ച ഒരു സംസ്കാരമാണ് ഇത്. നമ്മളിതൊക്കെ കുടിക്കുന്ന അവിടെ പോയിട്ട് അതിനുവേണ്ടി പ്രത്യേക ആള്. പിന്നെ ഒരു ചൂല് വെച്ച് തലയ്ക്ക് അടിക്കൽ, ഇങ്ങനെ അടിച്ച് മണ്ടല്ല, അതിനൊക്കെ കുനിഞ്ഞു നിന്ന് കൊടുക്കോ, അടിച്ചേരെ തല മണ്ടയ്ക്ക് കൊടുവാള് വെച്ച് അടിക്കണം അവന്റെ തലയ്ക്ക്. ഇത് ആര് പഠിപ്പിച്ച സംസ്കാരമാണ്? ഏതെങ്കിലും ഇസ്ലാമിക ശരീഅത്തിൽ ഏതെങ്കിലും മഹാന്മാരായ പണ്ഡിതന്മാർ, സാലിഹീങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇതൊക്കെ സിയാറത്ത് ചെയ്യുവൻ. അതിനെ എതിർക്കുന്നില്ല, ഒരിക്കലും എതിർക്കാൻ പറ്റൂല. നമുക്കതിനെ കുറിച്ച് ഫിക്റുണ്ട്. മഹാന്മാരുടെ ഖബറുകളൊക്കെ സിയാറത്ത് ചെയ്തോ? നമുക്കതിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാകണം, പേടി ഉണ്ടാകണം. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ സിയാറത്തിന് 3 സഹാബാക്കൾ പോകുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല ഖബർ കണ്ടാൽ അവിടെ നിന്ന് പൊട്ടിക്കരയും. ഞാനും നിങ്ങളും ഏത് ഖബറിനരികിൽ നിന്നാ കരഞ്ഞിട്ടുള്ളത്? ഏത് ഖബറിനരികിൽ പോയി ഞാനും നിങ്ങളും കരഞ്ഞു? ചിന്തിക്കൂ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വഖഫ അലൽ ഖബർ ഫബകാ ബുകാഅൻ കസീറ. ഒരുപാട് നേരം കരയും. സഹാബത്ത് ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ കരയുന്നത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് തുദ്കറുൽ ജന്ന വൽ വന്നാർ ഫലം തബ്കി. സ്വർഗത്തെ കുറിച്ച് നരകത്തെ കുറിച്ചും ഒക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വെച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അങ്ങ് കരയൂലല്ലോ, ഇപ്പോഴെന്താ ഇങ്ങനെ കരയുന്നത്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ആഖിറത്തിലേക്കുള്ള പ്രഥമ കവാടമാണ് ഈ ഖബർ. ആഖിറത്തിലേക്കുള്ള പ്രഥമ കവാടമാണ് ഈ ഖബർ. ഈ ഖബറിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് നല്ല നിലയിലാണെങ്കിൽ, ആ ആദ്യ രാത്രി ഓക്കെയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഭയപ്പെടേണ്ടതില്ല. പക്ഷെ എന്റെ ആദ്യത്തെ ദിവസം എന്റെ മയ്യത്ത് ആ മണ്ണറയിൽ കൊണ്ടുവച്ചിട്ട് എല്ലാവരും എന്നെ ഒറ്റയ്ക്കാക്കി ഞാൻ ഏകാഗ്രതയോടുകൂടി അവിടെ കഴിയുമ്പോൾ എന്റെ ആ ദിവസം വിജയമാണോ പരാജയമാണോ എന്ന് എന്നെ അലട്ടുന്നു. അത് എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഖബർ കാണുമ്പോഴാണ്. അതാണ് ഞാൻ ഖബറിന്റെ അരികിൽ വന്ന് നിന്ന് കരയുന്നത്. എത്രയോ സഹോദരങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കരയുന്ന കണ്ടിട്ടില്ല. നീ കരയും. എന്റെ വാപ്പ മരിച്ചുപോയ എന്റെ പേരിൽ കരയും, ഉമ്മ മരണപ്പെട്ട എന്റെ പേരിൽ കരയും. അത് റഹ്മത്തിന്റെ ഒരു കണ്ണുനീർ, അതവിടെ ഇരിക്കട്ടെ. നാളെ പടച്ചവനെ നമ്മൾ ഇത്രയും മൗത്താക്കളോട് അടക്കം ചെയ്യപ്പെട്ടിരിക്കണം. അള്ളാഹുവെ, നാളെയും എന്റെ അവസ്ഥ ഇത്. ഇന്നലെ നമ്മുടെ കൂടെ ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ നമ്മുടെ ഇവിടെ ജുമാക്ക് വന്ന ഒരാൾ ഇന്നലെ പെട്ടെന്ന് മരണപ്പെട്ടു അപകടത്തിൽ. എല്ലാ ജുമാക്കും വരുന്ന ആൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, മഗ്ഫിറത്ത് കൊടുക്കട്ടെ, റഹ്മത്ത് കൊടുക്കട്ടെ.
മനസ്സിലായില്ലേ? ഓരോരുത്തർ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു പണ്ഡിതൻ, ഞാനും അദ്ദേഹമൊക്കെ ബാക്കിയാത്ത് സ്വാലിയാത്തിൽ ഉണ്ടായിരുന്നു, ഷാഹുൽ ഹമീദ് ശാന്തപുരം, അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു. ചെറുപ്പക്കാരനാണ്. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കട്ടെ. പ്രതീക്ഷിക്കാതെയുള്ള മരണം നമ്മൾ പ്രതീക്ഷിക്കില്ല. ഈ ആഴ്ച മുതൽ അടുത്ത ആഴ്ച വരെ എന്തായിരിക്കും അവസ്ഥ, ആരുണ്ടാവും അറിയില്ല. പിന്നെ നമ്മൾ കിടക്കുന്ന സ്ഥലമാണ്, ആ സ്ഥലത്തെ കുറിച്ചാണ് നമ്മൾ ഈ ചർച്ച. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾ ഫിക്ർ ചെയ്തിട്ടുണ്ടോ? വയസ്സ് 60-ആയി 70-ആയി 90-ആയി, ഞാൻ നാളെ കിടക്കേണ്ട ആ സ്ഥലമാണ് ആ ഇരുണ്ട തുരുത്ത്, 6 ഖബറാണ്. അതിന്റെ ഉള്ളിൽ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോ എനിക്ക് കാല് മസാജ് ചെയ്തു തരാൻ ആരാള്, ചൂടുവെള്ളം കൊണ്ട് തരാൻ ആരാള്, തുപ്പാന് കോളാമ്പി കൊണ്ട് തരാൻ ആരാളുള്ളത്, AC ഓണാക്കി തരാൻ ആരാളുള്ളത്, ഫാൻ ഓണാക്കി തരാൻ ആരാളുള്ളത്, ലൈറ്റ് ഇട്ട് തരാൻ ആരാളുള്ളത്? അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾ ചിന്തിക്കാത്ത എന്താ അബീവേ? അതാ നമ്മൾ ചോദിക്കാം. ജസ്റ്റ് 5 മിനിറ്റ്, നിങ്ങൾ കൂടുതലൊന്നും വേണ്ട, 5 മണിക്കൂർ നിങ്ങൾ ചിന്തിക്കണ്ട. നമസ്കാരം കഴിഞ്ഞ് ജുമ കഴിഞ്ഞ് നിങ്ങൾ ഖബറുകളിലേക്ക് പോകുവിൻ. ജസ്റ്റ് ആ സൈഡിൽ നിന്നിട്ട് ചിന്തിക്കിൻ. നബി തങ്ങൾ അങ്ങനെയായിരുന്നു ജന്നത്തുൽ ബഖീയിൽ പോയിട്ട് ചിന്തിച്ചത്. നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിക്കിൻ. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഒരു വട്ടം തിരി മേടിച്ചോണ്ട് പോലെ ഖബറിൽ കുത്തിവെക്കാൻ, ആരുടെ മണ്ടയ്ക്ക് കുത്തിവെക്കാനത്? ഈ ചാണാത്തിരി കൊണ്ട് കുത്തിവെക്കല്ലേ എന്ന് പറഞ്ഞാലും കേൾക്കൂല. അങ്ങനെ നമ്മളൊരു പാരമ്പര്യമായിട്ട് നമ്മളത് ശീലിച്ചു പോയി. ഇത് ചെയ്തില്ലെങ്കിൽ തെറ്റാന്നങ്ങാണ് ഉസ്താദ് പറഞ്ഞ മൊയ്ലിയാർ വേറെ ആളായി. നമുക്കതിൽ പ്രശ്നമൊന്നുമില്ല, ഉള്ളത് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ആരോഗ്യവും ആയസും ഓരോ പള്ളിയിൽ ദിവസവും നിശ്ചയിച്ച സമയം വരെ പറഞ്ഞു കൊടുക്കുക. സ്വീകരിക്കുന്നവൻ സ്വീകരിക്കട്ടെ, എതിർക്കുന്നവൻ എതിർക്കട്ടെ. ഈ ദുനിയാവിൽ എതിർപ്പുണ്ടെങ്കിൽ റാഹത്ത് ഉണ്ടാവുള്ളൂ. എതിർക്കാൻ വേണ്ടി, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഉമ്മത്തിന്റെ സ്വലാഹിയത്ത് നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം പറയണം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഞാനതേ പറയുന്നുള്ളൂ. എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. നന്മയ്ക്ക് വേണ്ടി പറയാണ്. നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണ്ട എന്ന് പറയുന്നില്ല. ഞാൻ ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കേണ്ടവനാണ്. പടച്ചവനെ, എന്തായിരിക്കും എന്റെ അവസ്ഥ എന്നും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ച് ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ? അതാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ എന്റെ കണ്ണ് ഈറനണിഞ്ഞിട്ടുണ്ടോ? മണിക്കൂറുകളോളം നിന്ന് കരയണം. അങ്ങനെ ഖബറിന്റെ അരികിൽ പോയിട്ട് മണിക്കൂറുകളോളം നിന്ന് കരയണം. അല്ലാഹുവേ, ആ ഇരുണ്ട തുരുത്തിൽ എത്രയോ ആളുകൾ കിടന്നുറങ്ങുന്നു. ഇതിനകത്ത് എന്തായിരിക്കും അവരുടെ അവസ്ഥ? മഹാന്മാര് കരഞ്ഞു, സാലിഹ്യങ്ങൾ കരഞ്ഞു, ഉലമാക്കള് കരഞ്ഞു, ഉമറാക്കള് കരഞ്ഞു, ഔലിയാക്കള് കരഞ്ഞു, ഖബറിനെ ഓർത്ത് കരഞ്ഞു. നമുക്ക് ഖബറിനെ ഓർത്ത് കരയാനും ഖബറിനെ ഓർത്ത് ചിന്തിക്കാനും മനസ്സില്ലാത്തത് ഭൗതികത കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞുപോയി. അസൂയ കൊണ്ട് നുരമൂത്തുപോയി. ആഡംബരങ്ങൾ കൊണ്ട് നമ്മൾ ആമഗ്നരായി പോയി. അതുകൊണ്ട് നമുക്ക് ഖബറോ മരണമോ നമ്മുടെ വിഷയമേ അല്ല. ഇല്ല. അതാണ് അല്ലാഹ് പറഞ്ഞത്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും. മരണവും ജീവിതവും നിങ്ങൾക്കൊരു പരീക്ഷണമാക്കിയിട്ടുണ്ട് അല്ലാഹു. ആരാണ് നല്ല നിലയിൽ അത് ഓർത്ത് പ്രവർത്തിക്കുന്നവർ? അത് കണ്ടിട്ട് പാഠം പഠിച്ചവർ ആരാണ്? എത്രയോ നല്ലവർ മരണപ്പെടുന്നു. അത് നമുക്കൊരു പാടാണ്. അൽഹംദുലില്ലാഹ്, അങ്ങനെ മരിക്കാനൊരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും. എത്രയോ പേര് ബാറിൽ കിടന്ന് ചാവുന്നു. നമ്മൾ അല്ലാഹുവോട് ചോദിക്കാം, പടച്ചവനെ, ആ ഒരു ദുർമരണത്തിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ചോദിക്കാം. ദുർമരണം എന്ന് പറയുന്നത് അതാണ്. വണ്ടി ഇടിച്ച് മരിക്കലൊന്നും ദുർമരണമല്ല. ക്യാൻസർ വന്ന് മരിക്കൽ ദുർമരണമല്ല. പ്ലേഗ് വന്ന് കൊറോണ പിടിച്ച് മരിക്കൽ ദുർമരണമല്ല. നിസ്കാരമില്ലാത്ത അവസ്ഥയിൽ ഒരുത്തം മരിച്ചാൽ അത് ദുർമരണമാണ്. നിസ്കാരമില്ലാത്ത അവസ്ഥയിൽ മരിക്കൽ. കാരണം ഈമാൻ കുഫറും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈമാൻ ഒരു മുസൽമാനും അമുസൽമാനും തമ്മിലുള്ള വ്യത്യാസമാണ്. നമസ്കാരം ഇല്ലാതെ ഒരാൾ മരിച്ചാൽ വേണമെങ്കിൽ പറയാം അത് ദുർമരണമാണ്. നമസ്കാരമില്ലാത്ത ഒരു വലിയനെ നമ്മൾ അംഗീകരിക്കാൻ പാടില്ലല്ലോ. ഔലിയാക്കളാണെങ്കിൽ നമസ്കാരമുള്ളവരായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഔലിയാക്കളാണെങ്കിൽ നമസ്കാരമുള്ളവരായിരിക്കും, മരണപര നമസ്കാരമുള്ളവരായിരിക്കും. നമസ്കാരമില്ലാത്ത ചില ആളുകളുണ്ട്. അവർ മജ്ദൂബികളാണ്. അവർ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കി അവരുടെ അഖല്, അവരുടെ ബുദ്ധി അത് മാറിപ്പോയതാണ്. അവരെ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല. അവരെ പിൻപറ്റേണ്ട കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ പോയി അസ്സലാമു അലൈക്കും സലാം പറയാം, അല്ലെങ്കിൽ ദുആ ചെയ്യിക്കണം, വസിയത്ത് ചെയ്യാം, ബസ്. അല്ലെങ്കിൽ അവരുടെ പാത നമ്മൾ പിൻപറ്റേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫ്യങ്ങൾ മരണവർ നമസ്കരിക്കുന്നവരാണ്. ആകാശത്തിൽ ഒരുത്തം പറന്നു എന്ന് കണ്ടാൽ അവൻ വലിയായിട്ട് നമ്മൾ അവനെ അംഗീകരിക്കണ്ട. വെള്ളത്തിന്റെ മുകളിൽ നടക്കുന്നു എന്ന് കണ്ടാൽ അവനെ വലിയായിട്ട് അംഗീകരിക്കണ്ട. മുതുകാടും നടക്കും, മുതുകാടും ആകാശത്തുള്ള പറക്കും. ഷേഖുന മുതുകാട് വലിയുല്ലാഹി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുമോ?
ആളുകൾക്ക് ഇതൊക്കെയാണ് ഹബീബ ഇഷ്ടം. ഞാനിപ്പോ ഇങ്ങനെ അങ്ങോട്ടൊന്ന് പറഞ്ഞു കാണിച്ച പറക്കും വലിയ എന്ന് പറയും എന്റെ പേര്. ഞാൻ പറക്കും വലിയ എന്ന് പറയും. ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ എന്റെ പേര് പറയുന്ന പറക്കും വലിയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ പറക്കുന്നത് കണ്ടാലോ ഒരാൾ വെള്ളത്തിലൂടെ നടക്കുന്നത് കണ്ടാലോ നിങ്ങൾ അദ്ദേഹത്തെ വലിയായിട്ട് അംഗീകരിക്കണ്ട. കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതാണ് അദ്ദേഹത്തിന്റെ വലി. ഇമാമുന ഷാഫി റളിയല്ലാഹു തആല നമ്മുടെ ഇമാം. മനസ്സിലായോ? പക്ഷെ ഈ സാധാ കൗമൾക്ക് ഇതൊന്നും പറഞ്ഞാൽ തലയ്ക്ക് കയറൂല, മനസ്സിലാവില്ല. പറഞ്ഞു കൊടുത്താൽ നമ്മൾ ഉടനെ വേറെ ഗ്രൂപ്പാക്കി കളയും. എന്ത് ഗ്രൂപ്പാക്കി അവിടെ കൊടുത്ത പ്രശ്നം. നല്ല മാർഗങ്ങളെ നല്ലത് ചിന്തിക്കുക, നന്മയുള്ള വഴികളിലെ തെരഞ്ഞെടുക്കുക. നല്ലത് കേട്ടിട്ട് നല്ലതിനെ പിൻപറ്റി. എതിർക്കാനും നമുക്ക് അവകാശമൊന്നുമില്ല. എല്ലാ മഹാന്മാരും സ്വാലിഹ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് നമ്മൾ പോയാൽ മതി. ഇല്ലാത്തത് നമ്മൾ ചെയ്യാൻ പോകണ്ട, ഇല്ലാത്തതൊന്നും നമ്മൾ ചെയ്യാൻ പോകണ്ട. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അള്ളാഹു